ഞങ്ങളുടെ വാർഡല്ലേ നിങ്ങളുടെ വാർഡ് നിങ്ങളുടെ തേങ്ങയിലെ ഷാരടിയെ തടഞ്ഞതും ഈ പറയുന്ന സാരി കൊടുക്കലും അതുപോലെ തന്നെ ഈ പൈസ കൊടുക്കലും കൈക്കൂലി കൊടുക്കലും ഒക്കെ ഉള്ള BJPയുടെ കള്ളത്തരങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുമെന്നതാണ് മറ്റൊരു കാര്യം. വിദ്യ, കഴിഞ്ഞ ദിവസമായിരുന്നു കലാശക്കൊട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളെ നടക്കാനിരിക്കുകയാണ്. ഇതിനിടയിൽ പ്രചാരണ വേളയൊക്കെ കൊഴിപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള കുറച്ച് മണ്ഡലങ്ങളുണ്ട്. അതിന് ഏറ്റവും എടുത്തു പറയേണ്ടത് പാലക്കാടാണ്. ഇപ്പോൾ പാലക്കാട് ശോഭാ സുരേന്ദ്രന് വലിയൊരു വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നത് കുത്തനെ ഇടിയുന്നൊരു സാഹചര്യം നിലവിൽ ഇപ്പോൾ ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ അവർ മറ്റുള്ളവരോട് കാണിക്കുന്ന സ്വഭാവ രീതികൾ, അങ്ങനെ വലിയൊരു രീതിയിലുള്ളൊരു അവർക്ക് വന്നിട്ടുണ്ട്. അപ്പം അത് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പോടെ BJPക്ക് വലിയ തിരിച്ചടിയാവും. അത് ഈ രേഷ്മ പറഞ്ഞതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രന് പാലക്കാട് വലിയൊരു വിജയസാധ്യത ഉണ്ടെന്ന് നമ്മൾ പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മണ്ഡലത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുള്ള ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആ കാര്യങ്ങളൊക്കെ മാറി മറിയുന്നൊരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും ശോഭാ സുരേന്ദ്രൻ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രമേശ് പിഷാരടി എന്ന് പറയുന്ന പ്രവർത്തകനെ ഈ ഒരു കാൻഡിഡേറ്റിനെ തടയുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂ വന്നിരുന്നു. അതൊക്കെ വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ശോഭാ സുരേന്ദ്രൻ ആ സമയത്തൊക്കെ നേടിക്കൊടുത്തത്. അതിനുശേഷം ഇങ്ങോട്ട് മറ്റ് പാർട്ടികളുടെ പ്രവർത്തകരോട് അവർ കാണിക്കുന്ന ഒരു സമീപനം, അവരോടുള്ള ഇടപെടൽ, അല്ലെങ്കിൽ അവരോടുള്ള സംസാര രീതിയൊക്കെ തന്നെ ഒരു സാധാരണക്കാരനെ വളരെ എന്താണ് ഇങ്ങനെ എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലേക്ക് ശോഭാ സുരേന്ദ്രൻ മാറിയിട്ടുണ്ട്. നമുക്കൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ BJPയുടെ വോട്ടുകൾ മാത്രമല്ല ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഒരു വിജയ സാധ്യത കണക്കാക്കുന്നതിൽ മുഖ്യ ഘടകം എന്ന് പറയുന്നത് സ്ത്രീകളുടെ വോട്ടുണ്ട്, അല്ലെങ്കിൽ നിഷ്പക്ഷരായി നിൽക്കുന്ന ഒരു വിഭാഗത്തിന്റെ വോട്ടുണ്ട്. ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ആ ഒരു ഘടകത്തിലേക്ക് വരുമ്പോൾ ഈ ഇത്തരത്തിലുള്ള പെരുമാറ്റം വളരെ നെഗറ്റീവായിട്ട്, അല്ലെങ്കിൽ അവർക്ക് വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിയുന്നൊരവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പറയുന്നത് പോലെ ശോഭാ സുരേന്ദ്രൻ വോട്ടർമാർക്ക് പണം നൽകി എന്ന് പറയുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. എന്നാൽ ആ ഒരു സമയത്ത് ദേവു എന്ന് പറയുന്ന ഒരു അമ്മയാണ് പണം നൽകിയെന്ന് പറഞ്ഞു. ആദ്യം അവരത് നൽകിയെന്ന് പറയുകയും പിന്നീട് അതിനുശേഷം മൊഴി നൽകിയപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്ക് പണം നൽകിയിട്ടില്ല, എനിക്ക് പെൻഷൻ കിട്ടിയ 4000 രൂപയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, അങ്ങനത്തെ രീതിയിലേക്ക് ഒരു സംസാരം മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ നമ്മളുടെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ ഫ്ലൈയിങ് സ്ക്വാഡുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് മൊഴി തന്നിരിക്കുന്നത് ഇപ്രകാരമാണ്, അവരുടെ സ്വന്തം പണമായിരുന്നു, അത് ശോഭാ സുരേന്ദ്രന് പണം നൽകിയിട്ടില്ല എന്നാണ്. പക്ഷേ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. പക്ഷെ നമുക്കിപ്പോഴും അറിയില്ല, നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പണം നൽകി എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഈ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭൂരിപക്ഷം എപ്പോഴും ഏത് മണ്ഡലത്തിൽ നിന്നാലും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഈ നിലവിൽ ഇത് പാലക്കാട് 3ാമത്തെ തവണയാണ് ശോഭ നിൽക്കുന്നത്. അതായത് 2 പ്രാവശ്യം നിന്നു, അവിടെ വലിയൊരു ഭൂരിപക്ഷം കൊണ്ടുവരാൻ, ആദ്യത്തെ തവണ കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിലും രണ്ടാമതൊരു ഭൂരിപക്ഷം കൊണ്ടുവരാൻ സാധിച്ചു. പിന്നെ 3ാമത്തെ തവണ ഇത്തവണ നിൽക്കുമ്പോൾ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള രീതിയിലായിരുന്നു ചാനൽ ചർച്ചകളിലൊക്കെ ചില ഒരു പറയുന്ന ഒരു വിശകലനം എന്ന് പറയുന്നത്. അപ്പൊ അത്തരം വിലയിരുത്തലുകൾക്കിടയിലാണ് ഇപ്പോൾ BJP കൈക്കൂലി കൊടുത്തിട്ട് പാലക്കാട് സീറ്റ് പിടിക്കാൻ നോക്കുന്നത്. അതെ, ഇപ്പൊ ഈ പണത്തിന്റെ കാര്യം മാത്രമല്ല, അതിനുശേഷം ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് വരുന്ന ദൃശ്യങ്ങളനുസരിച്ച് ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ പ്രവർത്തകര് BJP NDA പ്രവർത്തകര് വോട്ടർമാർക്ക് പണവും സാരിയും നൽകുന്നു എന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് വോട്ടർമാരെ സ്വാധീനിക്കാൻ എല്ലാ പാർട്ടികളും ഒരുപക്ഷെ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. പക്ഷെ പരസ്യമായി കൈക്കൂലി കൊടുത്തുകൊണ്ട് സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നത്, പക്ഷെ ആ വരുന്ന ദൃശ്യങ്ങളെ ഇല്ല അതല്ല എന്ന് തള്ളിപ്പറയാൻ കാണിക്കുന്ന ഒരു ഗട്സ്, ഇതൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. പക്ഷെ ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഈ ശോഭ അമ്മ, ഞാനൊരു അമ്മയാണ്, ഞാനൊരു സ്ത്രീയാണ് എന്ന് എപ്പോഴും വായ്തോരാതെ സംസാരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് നിലവിലത്തെ ഈ ശോഭാ സുരേന്ദ്രൻ. അപ്പം ഈ ഒരു മകന്റെ പ്രായമുള്ള ഒരാളെ കരണം അടിച്ച് പൊട്ടിക്കും എന്നുള്ള രീതിയിലും പിന്നെ ഭയങ്കര ആക്രോശിച്ചൊക്കെയാണ്. അതായത് ഒരു സത്യം കണ്ടുപിടിച്ചപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ തനി നിറം മനസ്സിലായി. കാരണം ഇത്രയും നാളും സ്ത്രീ സമത്വം, സ്ത്രീക്ക് വേണ്ടി ഞാനൊക്കെ പാലക്കാട് പോയി സമയത്ത് ഈ ശോഭയ്ക്ക് ചുറ്റും നിരവധി പേരായിരുന്നു
ഈ വോട്ട് ചോദിക്കാനൊക്കെ ഇറങ്ങിയിരുന്നത്. അപ്പോൾ അവർ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ തന്നെ ആലോചിക്കും, ഓ ഇവരിങ്ങനെയൊക്കെയാണ് എന്നൊക്കെയുള്ളൊരു രീതിയിൽ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെ ഒരു രീതിയിലേക്കാണ് അവർ കൊണ്ടുവന്നത്. ഹൈപ്പായിരുന്നു. അപ്പം മാത്രമല്ല ഇത്തരം രീതിയിലുള്ള ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള കള്ളക്കളികൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തെളിഞ്ഞപ്പോൾ അവരുടെ തനി സ്വഭാവം അല്ല, അവർ ദൃശ്യങ്ങൾ നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം അല്ലേ. ചേച്ചി അവിടെ 1-2 വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുത്ത് അങ്ങനെ പൈസ കൊടുക്കുന്ന മോശം ആരുടെ കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശമല്ലേ? വിലസം കാരണം എനിക്ക് മനസ്സിലായില്ല, ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ പൈസ കൊടുത്തില്ലേ? എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ, ഞങ്ങളുടെ വാർഡല്ലേ. നിങ്ങളുടെ വാടക നിങ്ങളുടെ തേങ്ങയിലെ നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്താ എന്റെ മൊബൈലിൽ എന്റെ മൊബൈലിൽ നിങ്ങളെന്താ വിചാരിച്ചു? അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ അതൊന്നും നടക്കില്ല. എന്റെ കാര്യം കുട്ടി ഞങ്ങൾക്ക് ബഹുമാനത്തോട് ഒരു കാരണമാണ്. നമ്മളെ അറിയാലോ, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ശോഭാ സുരേന്ദ്രൻ കൈക്കൂലി നൽകിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ആയിക്കോട്ടെ, അത് വാസ്തവമാണെങ്കിൽ പോലും മറ്റു പാർട്ടിക്കാരെന്ന് വിചാരിക്കേണ്ട ഒരു നാട്ടുകാരൻ വന്ന് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് പെരുമാറേണ്ട രീതികളുണ്ട്. അതിൽ അവർ പറയുന്നത് ഈ പറഞ്ഞ പോലെ ഞാൻ കരണത്തടിക്കും, അയാൾ അദ്ദേഹത്തിന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്റെ ചിത്രം എടുക്കാൻ നീ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ആ ഭാഷയൊക്കെ വളരെ രൂക്ഷമാണ്. അവർ അപ്പോഴും ശോഭ മാഡം എന്ന് വിളിച്ചിട്ടാണ് ആ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ സംസാരിക്കുന്നത്. പക്ഷേ ഇവർ പറയുന്നത് നീ ആരാണ്, നീ എന്ന് വിളിച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതി, സ്വഭാവ സവിശേഷത എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. മറ്റൊന്ന്, അവർ പറയുന്ന ഒരു കാര്യം, എന്റെ വീഡിയോ എടുക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം എന്നാണ്. പക്ഷേ ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവർ എത്ര റോഡ് ഷോകൾ നടത്തുന്നുണ്ട്, അത്രയും ചുറ്റും ക്യാമറകളുണ്ട്. അപ്പൊ ഇതൊക്കെ അവർക്ക് പറയാൻ പറ്റുമോ? ഈ മൊബൈലിൽ എന്റെ ചിത്രം എടുക്കരുത് എന്ന് പറയാൻ പറ്റത്തില്ല. അവരുടെ വീട്ടിലേക്ക് ഭീഷണിപ്പെടുത്തുകയാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ. തീർച്ചയായും. അപ്പോൾ അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ, അവരുടെ ഫാമിലി ഒത്തിട്ടുള്ള അവർ പുറത്തു പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ വീട്ടിനുള്ളിലെ സംസാരങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു പുറത്തുനിന്ന് ഒരാൾ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ അത് തെറ്റാണ്. പ്രത്യേകിച്ചും ഒരു സ്ത്രീയുടെ നേരെ അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യാൻ പാടില്ല. സ്ത്രീ എന്നല്ല, ഒരു വ്യക്തിയുടെ നേരെയും പാടില്ല. പക്ഷേ ഇതവരൊരു പൊതുപ്രവർത്തകയാണ്, തെരഞ്ഞെടുപ്പിനായി വരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ടും ഇത്രയും ക്യാമറകളിൽ അവർ എത്രയോ ലക്ഷം ആളുകൾ അവരുടെ ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരാള് അവരുടെ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ ഇത്ര മോശമായിട്ട് പ്രതികരിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. അവിടെയാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരം രോഷം ഇത്ര കടുത്ത രീതിയിൽ പഴഞ്ചൊല്ലുണ്ട്. അതായത് പൊട്ടനെ ചട്ടി ചതിച്ച ചട്ടിയെ ദൈവം ചതിക്കുന്നു എന്ന് BJP പാലക്കാട് ചതിച്ചത് ശോഭാ സുരേന്ദ്രനാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദിവസങ്ങളിൽ അത്യാവശ്യം നല്ല ഹൈപ്പോട് കൂടിയായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ നീക്കങ്ങളും അവരുടെ പ്രചാരണ വേളയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഒരു ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടം എന്നായിരുന്നു പ്രതീക്ഷിച്ചത് ഇത്രയും ദിവസം വരെ. അതായത് ഇതിനു മുമ്പ് പിഷാരടിയെ തടഞ്ഞൊരു വീഡിയോ തന്നെ വന്നപ്പോഴത്തേക്ക് ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടെങ്കിലും ശോഭാ സുരേന്ദ്രൻ വന്നത് നികത്തി അങ്ങനെയൊന്നും രീതിയല്ല എന്നൊക്കെ പറഞ്ഞതൊരു ഇഞ്ചോടഞ്ചുള്ള ഒരു പോരാട്ടം. ഇനി പിഷാരടിക്ക് മുന്നിലേക്ക് ശോഭ എത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷ പൊടുന്നതിന് ഒരു ഒറ്റ ദിവസം കൊണ്ട്, നാളെ തെരഞ്ഞെടുപ്പ് ഇരിക്കുകയാണ്, ഒറ്റ ദിവസം കൊണ്ട് അത് അടപടലം. ഒരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ഈ നേരത്തെ പറഞ്ഞ പൊട്ടനെ ചെട്ടി വെച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുമെന്ന് പറഞ്ഞ പോലെ, ഈ ഒരുപക്ഷെ ഇത്രയും ഹൈപ്പിലൊക്കെ വന്ന ഒരാള് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചാരണം നടത്തുന്ന ദിവസമാണ് ഇന്നത്തെ. ആ ഈ ദിവസം തന്നെ ഇത്രയും മോശമായ രീതിയിലേക്ക് കാര്യങ്ങൾ
കൊണ്ടെത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് നമ്മളെപ്പോഴും നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആക്സെപ്റ്റ് ചെയ്യാൻ ധൃതി കാണിക്കുക. അപ്പോൾ നമ്മളുടെ ബ്രെയിൻ ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ശോഭാ സുരേന്ദ്രൻ ഇതുപോലെയൊക്കെയാണ് കാണിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയി മാറി എന്നുള്ളത് വാസ്തവം. പക്ഷേ ഇതിനെതിരെ ഒരു മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പരാതി കൊടുത്തിട്ട് നമ്മൾ ആ ഫ്ലൈയിങ് സ്ക്വാഡിന്റെ ഇത് കേട്ടതാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാൻ വേണമെങ്കിൽ ആ ഫ്ലൈയിങ് സ്ക്വാഡ് പറയുന്നത് എന്താണെന്ന്. ഞങ്ങളത് നോക്കിയപ്പോൾ അത് കയ്യിൽ നിന്ന് അവർ കൊടുത്തു, അവരുടെ കൈസ കൊടുത്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ അതൊന്നല്ല, അത് അവർ കൊടുത്തു, പക്ഷെ അത് അവരുടെ കയ്യിലുള്ള പൈസ എന്നാണ് അവർ പറയണത്. നമുക്കതറിയില്ല. ആദ്യം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ആദ്യം പറഞ്ഞത് തന്നത് എന്നാണെന്ന് തന്നെ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇങ്ങനെയാ പറഞ്ഞത്. അല്ല, അത് തന്നെ ഓഫീസിൽ അന്വേഷിച്ചിട്ട് അനുസരിച്ച് ബാക്കിയുള്ള അതെ അതെ. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്നത് നൽകിയിരിക്കുന്ന മൊഴി, ദേവു എന്ന് പറയുന്ന അമ്മ നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് അവരുടെ കയ്യിലുണ്ടായിരുന്ന പണമാണ്. അത് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. റിപ്പോർട്ട് ചെയ്യാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി കൊടുക്കണമെന്ന് പറയുമ്പോഴും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടികൾ ഉണ്ടാവുക. അപ്പോൾ നോക്കൂ എന്തായിരിക്കും സംഭവിക്കുക. ഇവർ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഈ അമ്മ തന്നെ പറഞ്ഞിരിക്കുന്നത് അമ്മയുടെ കയ്യിലെ പണമാണെന്ന്, മോൻ സാക്ഷിയാണ്. അപ്പോൾ ഇനി മറ്റ് ഘട്ടങ്ങളിലേക്കൊന്നും തെരഞ്ഞെടുപ്പ് ആ ഒരു അന്വേഷണം പോവാത്ത രീതിയിലേക്ക് കാര്യങ്ങളെത്തി. അതിനുശേഷം സാരി കൊടുക്കുന്ന വീഡിയോ വന്നു. ഇതും ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മാനിപ്പുലേഷൻ ആണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് അതും തള്ളിപ്പോയേക്കാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇത്തരം രീതിയിലാണ് BJP പോകുന്നതെങ്കിൽ പാലക്കാട് പണത്തിന് മീതെ പറക്കത്തില്ലേ? അത് തീർച്ചയായും. അതായത് ഇത് മറ്റ് തെളിവുകളെയൊക്കെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമായിരിക്കും, പൊതുജനങ്ങളോട് ആക്രോശിക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷെ പൊതുജനങ്ങളുടെ ഉള്ളിൽ ഒരു ധാരണ ഈ സമയം കൊണ്ട് വന്നിട്ടുണ്ടാവും. അവരാണല്ലോ വിധി എഴുതേണ്ടത്. അപ്പോൾ അവര് എന്ത് വിധി എഴുതുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഈ BJP എന്തായാലും പാലക്കാട് മനസ്സിലാക്കി. ഇപ്പൊ തൃശ്ശൂരിലൊക്കെ കുറച്ച് പേരുടെയൊക്കെ ഈ തൃശ്ശൂർ കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ ഇതുപോലെ പ്രശ്നം വന്നു, കിറ്റ് വിതരണം ചെയ്തു. അതെ അതെ, ഞാനത് പറയാൻ കാരണം എന്താ പറയാ, ഈ അടുത്ത് ഇപ്പം ഈ പ്രചാരണ വേളയൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ അവിടെ പോയിട്ട് ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കുക. അപ്പൊ തൃശ്ശൂരിന്റെ ആണ് ഏറ്റവും രസകരമായിട്ടുള്ളത്. തൃശ്ശൂരുകാര് പറയുന്നത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇനി BJPക്ക് ജന്മത്തിൽ ഒരു വോട്ട് കൊടുത്തില്ല എന്നുള്ളതെന്ന് വെച്ചാൽ അത്രത്തോളം അവര് അതിൽ കഷ്ടത അനുഭവിച്ചു, യാതൊരുവിധ പ്രയോജനവും ഇല്ലാതായി എന്നതാണ് വാസ്തവം. അപ്പൊ ശോഭാ സുരേന്ദ്രൻ ഇവിടെ വന്നാലും എന്താണ് പ്രയോജനം എന്ന് നോക്കി കാണണം. പക്ഷെ ഇത്തരം നീക്കങ്ങളാണെങ്കിൽ BJPയുടെ ഇങ്ങനത്തുള്ള ഒരു കാര്യം ഒരിക്കലും ജനങ്ങൾ അംഗീകരിച്ചു, ഏത് പാർട്ടിയായാലും ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം BJPക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് വിശ്വാസികളെ കയ്യിലെടുത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് അത് ശരിയായിരിക്കാം, BJP ചായ്വുള്ളവരുണ്ടായിരിക്കാം, വിശ്വാസികളുടെ വോട്ട് കിട്ടാൻ സാധ്യത ഉണ്ടായിരിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് അതുകൊണ്ട് മാത്രം ഒരു പാർട്ടി വിജയിക്കുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല. നിഷ്പക്ഷമായി നിൽക്കുന്നവരുടെ വോട്ടുകളും സ്ത്രീപക്ഷ വോട്ടുകളും ഒക്കെ ഇതിനെ സ്വാധീനിക്കുന്ന വലിയ ഘടകമാണ്. ന്യൂനപക്ഷ അതിലേറെ ഉണ്ട്. അതെ, അപ്പൊ എല്ലാവരും ചിന്തിക്കുന്ന അവസാന നിമിഷത്തിലാണ് ഇത്രയും വലിയൊരു പ്രഹസനം അല്ലെങ്കിൽ ഒരു പ്രകടനം ഒക്കെ അവസാനം ഒരിക്കലും പ്രതീക്ഷിക്കാതെ BJPക്ക് പോലും വലിയൊരു തിരിച്ചടി. സാധാരണ പ്രവർത്തകനാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇതങ്ങനെയല്ല. നാളെ ജനങ്ങളോട് വോട്ട് ആർക്ക് കുത്തണം എന്ന് തീരുമാനിക്കേണ്ട ജനങ്ങൾക്ക് മുൻപിലാണ് ആ വ്യക്തി തന്നെ പോയി ഇത്തരത്തിലൊരു പ്രകടനം കാഴ്ച. അത് വലിയൊരു തിരിച്ചടിയാവും BJPക്ക് എന്നതിന് സംശയമില്ല. എന്തായാലും പിഷാരടിയെ തടഞ്ഞതും ഈ പറയുന്ന സാരി കൊടുക്കലും അതുപോലെ തന്നെ ഈ പൈസ കൊടുക്കലും കൈക്കൂലി കൊടുക്കലും ഒക്കെ ഉള്ള BJPയുടെ കള്ളത്തരങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കും എന്നതാണ് മറ്റൊരു കാര്യം. എന്തായാലും എനിക്ക് തോന്നുന്നത് പിഷാരടി വരാനായിരിക്കും സാധ്യത. നമുക്ക് കാത്തിരുന്നു. ഓക്കെ.